ഹായ് സുഹൃത്തുക്കളെ, ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ NTA-UGC നെറ്റിന്റെ 4ാമത്തെ ദിവസത്തെ പരീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ്. നാലാമത്തെ ദിവസത്തെ 2 ഷിഫ്റ്റുകളിലായിട്ട് നടന്ന പരീക്ഷകളുടെ പേപ്പർ 1ന്റെ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ജൂൺ 25-ാം തീയതി നടന്ന പരീക്ഷകളുടെ ഇന്ന് ഷിഫ്റ്റ് 1 രാവിലെ നടന്നത് പ്രധാനമായിട്ടും ഇംഗ്ലീഷിന്റെ പരീക്ഷ ഒരുപാട് പേര് എഴുതിയ പരീക്ഷ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് അത്യാവശ്യം കഴിഞ്ഞ തവണത്തെക്കാളും ഈസി ആയിട്ടാണ് പേപ്പർ 2 ഇംഗ്ലീഷ് വന്നത് എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഷിഫ്റ്റ് 2-ല് ഹിസ്റ്ററിയുടെ പരീക്ഷയാണ് പ്രധാനമായിട്ടും നടന്നത്. ഒരുപാട് പേര് എഴുതിയ പരീക്ഷ ഇത് രണ്ടുമാണ് ഇന്നത്തെ ദിവസം. പേപ്പർ 1നെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ മോഡറേറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നത്. മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ രാവിലത്തതും ഉച്ചയ്ക്കത്തതുമായ ഷിഫ്റ്റുകളിൽ വന്നത്. അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നില്ല. പക്ഷെ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റിൽ ക്വസ്റ്റ്യന്റെ പാറ്റേൺസിന് ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത ചില ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും രാവിലത്തെ സെഷനിൽ, അതായത് ഷിഫ്റ്റ് 1-ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒക്കെ ഈസി ആയിട്ടുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരുന്നു. DA പെർസെന്റേജ് റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള DA തന്നെയാണ് രാവിലത്തെ സെഷനിൽ വന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമുള്ള DA, ഷിഫ്റ്റ് 2-ൽ വന്ന DA ചില പരീക്ഷകൾ കാൽക്കുലേറ്റീവ് ആയിരുന്നു. മിസ്സിംഗ് DA ആണ് വന്നത്. മിസ്സിംഗ് DAയുമായി ബന്ധപ്പെട്ട മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂ കണ്ടെത്തുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ഒരു DA ആയിരുന്നു. കാൽക്കുലേറ്റീവ് ആയിരുന്നു എന്നുള്ളത്, സമയം ഒരുപാട് എടുക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളത് കുട്ടികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. രാവിലത്തെ ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ ആവറേജ്, ലെറ്റർ കോഡിംഗ്, നമ്പർ സീരീസ് ഒക്കെ ഉണ്ടായിരുന്നു. ലോജിക്കൽ റീസണിംഗിൽ നിന്ന് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസീസ്, ന്യായ സില്ലോഗിസം, അത് കഴിഞ്ഞ ദിവസത്തെ ഒക്കെ പരീക്ഷകളിൽ അത് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പരീക്ഷയുള്ളവരും ഈ പറഞ്ഞ ന്യായ സില്ലോഗിസം പഠിച്ചിട്ട് പോകണം. ദെൻ വാലിഡ് പ്രമാണാസ് അക്സെപ്റ്റഡ് ബൈ ബുദ്ധിസ്റ്റ്, അതും നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് ഇതേ സൈക്കിളിൽ തന്നെ മറ്റ് ഈ പറഞ്ഞ പ്രമാണാസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മുൻപും ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലാക്കുക. ദെൻ പീപ്പിൾ ഡെവലപ്മെന്റിൽ നിന്ന് സൈലന്റ് ഏരിയ, നൈറ്റ് ടൈം, നോയിസ് ലിമിറ്റ്, അതിന്റെ നൈറ്റ് ടൈമിലെ നോയിസ് ലിമിറ്റ് സൈലന്റ് ഏരിയയിൽ എത്രയാണ്. പിന്നീട് വിവിധ പ്രോട്ടോകോളുകൾ, മോൺട്രിയോൾ, ക്യോട്ടോ, പാരീസ് തുടങ്ങിയ പ്രോട്ടോകോളുകൾ ക്രൊണോളജിക്കലായിട്ട് അറേഞ്ച് ചെയ്യാൻ ഇത് മുൻപും ഇതേ സൈക്കിളിൽ തന്നെ മുൻപും പേപ്പർ 1-ന് അത് ചോദിച്ചിട്ടുണ്ട്. ദെൻ അതേപോലെ NEP-യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, NEP SDG കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ICT-യിൽ നിന്ന് അക്രോണിംസ് ആണ്, അതായത് CPU-ന്റെ ഫുൾ ഫോം, OMR-ന്റെ ഫുൾ ഫോം, VPN-ന്റെ ഫുൾ ഫോം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചോദിച്ചത്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരുന്നു. റാം എന്താണ്, റോം എന്താണെന്നുള്ള ചോദ്യം ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ആക്ഷൻ റിസർച്ച് സ്റ്റെപ്പുകൾ, പിന്നെ പോപ്പുലേഷൻ വേരിയേഷൻ കണ്ടുപിടിക്കുക, പോപ്പുലേഷൻ വേരിയൻസ് കണ്ടുപിടിക്കുക, അത് എന്നിട്ട് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നീട് മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ, അവരുടെ കോട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട മാച്ച് ദ ഫോളോയിങ്ങും പേപ്പർ 1-ൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള പേപ്പർ 1-ൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിസ്സിംഗ് DAയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നീട് എൻക്വയറി ബേസ്ഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് എൻക്വയറി ബേസ്ഡ് ടീച്ചിങ് ഉണ്ടായിരുന്നു. കൂടാതെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ക്രൊണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു. മീൻ, വേരിയൻസ്, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. DOIയുടെ, അതായത് നമ്മൾ പേപ്പർ പബ്ലിഷ് ചെയ്യുമ്പോൾ DOI ഉണ്ടല്ലോ, അതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രൊജക്ട് സീക്വൻസ്, അതും റിസർച്ചിൽ ചോദിച്ചിട്ടുണ്ട്. ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്ത് നിന്ന് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് ഇതേ സൈക്കിളിൽ തന്നെ മുൻപുള്ള ചോദ്യങ്ങളായിട്ട് മുൻപുള്ള പേപ്പർ 1-ലും അത് വന്നിട്ടുണ്ട്. മാത്സ് റീസണിംഗിൽ നിന്ന് കോഡിംഗ്, ഡീകോഡിംഗ്, നമ്പർ സീരീസ് ഒക്കെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയ്ക്കുണ്ടായിരുന്നു. ലോജിക്കൽ റീസണിംഗിൽ നിന്ന് റെഡ് ഹെയറിംഗ് ഫാലസിയെ പറ്റിയുള്ള ചോദ്യം, റെഡ് ഹെയറിംഗ് ഫാലസിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഫാലസിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ICT-യിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. HTTP, FTP, SMTP തുടങ്ങിയവയുടെ ഫുൾ ഫോം ഒക്കെയാണ് ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഈ ഒരു സൈക്കിൾ മൊത്തത്തിൽ നോക്കിയാൽ, ഇത്തവണത്തെ പരീക്ഷ മൊത്തത്തിൽ നോക്കിയാൽ പേപ്പർ 1 എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല, ഒരു മോഡറേറ്റ് ലെവലാണ്. ചില ഷിഫ്റ്റുകൾ അത് ഡിഫിക്കൽറ്റി ലെവൽ കൂടുകയും ചെയ്തു. മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് എന്നുള്ള ലെവലിൽ വരെ എത്തുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പോകാവുന്ന, പഠിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലല്ല ഇത്തവണ പേപ്പർ 1-ന്റെ ചോദ്യങ്ങൾ വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇനി പരീക്ഷ എഴുതുന്നവരും നന്നായിട്ട് ഒന്നുകൂടെ ഇനിയിപ്പോ നാളെ പരീക്ഷയില്ല, 2-3 ദിവസം അവധിയാണ്. മൺഡേ ആണ് നമ്മുടെ അടുത്ത പരീക്ഷ വരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കി പഠിച്ചിട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.